ഹലോ, വെൽക്കം ബാക്ക് ടു അസാസ്റ്റേ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാം. ലൈക്ക് ഫസ്റ്റ് പാർട്ട് നമ്മൾ എങ്ങനെ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ലാപ്ടോപ്പാണ് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അതിൽ സ്പെക്സ് വൈസോ അല്ലെങ്കിൽ മൊത്തത്തിൽ എന്ത് നോക്കിയാണ് നമ്മൾ ലാപ്ടോപ്പ് ചൂസ് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് കാര്യം നോക്കാം. നമുക്ക് ഒരു ലാപ്ടോപ്പ് നമ്മൾ വാങ്ങിക്കുകയാണ്, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു എക്സ് എമൗണ്ട് ഓഫ് ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ലാപ്ടോപ്പ് വാങ്ങിക്കണം എന്നുള്ള ആദ്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എല്ലാ ലാപ്ടോപ്പും ആവശ്യമില്ല. ഇപ്പോൾ ഫോണൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരു 20,000 രൂപയുടെ ഫോണിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങളൊരു 50,000 രൂപയുടെ ഫോൺ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം ബേസിക്കലി നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു, അതുകൊണ്ട് ഒരു നഷ്ടം വരാനില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങളായിട്ട് ബെറ്റർ ആയിട്ട് വരും. പക്ഷേ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങൾക്കൊരു തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പിന് യൂസ് ചെയ്യുള്ളൂ. അതായത് നിങ്ങൾ മെയിനായിട്ട് യൂട്യൂബിൽ വീഡിയോ കാണുക, അല്ലെങ്കിൽ സിനിമ കാണുക, കുറച്ച് ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യുക, ഓഫീസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗസർ യൂസ് ചെയ്യുക. ഈ ഒരു യൂസാണ് നിങ്ങളുടെ വെച്ചാൽ നിങ്ങൾ കുറേ എക്സ്ട്രാ പൈസ മുടക്കിയിട്ട് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഇതേപോലെ ഗ്രാഫിക്സ് കാർഡിലെ വേറെ ടൈപ്പ് ഓഫ് ലാപ്ടോപ്സ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എസെൻഷ്യലി പൈസ നഷ്ടം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതിന് കിട്ടാൻ പോകുന്ന എക്സ്പീരിയൻസ് കുറവായിരിക്കും. ഇപ്പോൾ ലൈക്ക് നമുക്ക് ഫോണിൽ അങ്ങനെ ഡിഫറൻസിയേഷൻ ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മറ്റേ S23 ആവശ്യമുള്ളൂ, S23 അൾട്ര എടുത്താലും നിങ്ങൾക്ക് കുറച്ച് സൈസ് കൊടുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബെറ്റർ ആയി കിട്ടും. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വേണ്ട നിങ്ങൾക്ക്. എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? അതിന്ന് നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും, ഹീറ്റിംഗ് കൂടുതലായിരിക്കും, ലൈക്ക് പോർട്ടബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുവിധം തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ് നല്ലത് വരുന്നത് Type-C ചാർജിങ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോണും ലാപ്ടോപ്പും ഒറ്റ ചാർജ് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഇതിപ്പോഴും ഗെയിമിംഗ് ലാപ്ടോപ്പിൽ വരാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ലൈക്ക് ജനറലി നിങ്ങൾക്കൊരു നോർമൽ ലാപ്ടോപ്പിൻ്റെ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ എക്സ്ട്രാ ലൈക്ക് ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? അതിന്നുള്ള ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടി കേടായിരിക്കും. പിന്നെ ലൈക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ വിചാരിക്കും ഓക്കെ പെർഫോമൻസ് കൂടിയാൽ ഭയങ്കര ഉപകാരമാണ്. പക്ഷേ അല്ല. പെർഫോമൻസ് ലൈക്ക് 90% സമയങ്ങളിലും 90% യൂസേഴ്സിനും അത്ര സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഐദർ ഡിസ്പ്ലേ അല്ലെങ്കിൽ അതിൻ്റെ OS, അതേപോലെ തന്നെ അതിന് എത്ര ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയാണ്, ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ലാപ്ടോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 2020 ഇറങ്ങിയ IdeaPad ഗെയിമിംഗ് ആണ്. അത് Ryzen 5 4600H അതേപോലെ തന്നെ GTX 1650 ഗ്രാഫിക്സ് കാർഡ് ഉള്ളതാണ്. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഒരു 90% സമയങ്ങളിലും 16-15 വാട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൊസസ്സറിന് മൊത്തം 45 വാട്ടിൽ റൺ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും ഞാൻ റൺ ചെയ്യുന്നത് 15 വാട്ടിലാണ്. എനിക്ക് ലൈക്ക് ഇതുവരെ പ്രത്യേകിച്ച് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല ഈ 15 വാട്ടിലത് യൂസ് ചെയ്യുമ്പോഴും. അതായത് ഏകദേശം എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഗിഗ് ബെഞ്ച് ഈ 45 വാട്ടിൽ എനിക്ക് കിട്ടിയത് 6500 വരെയാണ്. എനിക്കിപ്പോൾ കിട്ടുന്ന 4500 അതായത് ഇപ്പോൾ ഒരു i3 1215U ഏറ്റവും ബേസ് ആയിട്ട് ലൈക്ക് നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് അറിയും, അതിൽ വരുന്ന പ്രൊസസ്സറിൻ്റെ പെർഫോമൻസ് ആയിട്ട് എനിക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എന്നാൽ എനിക്ക് ബാറ്ററി ബാക്കപ്പോ അല്ലെങ്കിൽ തെർമൽ എഫിഷ്യൻസി ഒക്കെ ഭയങ്കരമായി കൂടിയും കിട്ടുന്നുണ്ട്. സോ അതാണ് ആദ്യത്തെ. ഞാൻ അത്യാവശ്യം ഒരു ഹെവി യൂസ് സൈഡിലുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പ്രശ്നം വരില്ലെങ്കിൽ ഒരു നോർമൽ യൂസർക്ക് ഒരിക്കലും അതൊരു പ്രശ്നമായി വരാൻ പോകുന്നില്ല. അപ്പോൾ ലൈക്ക് നിങ്ങൾ അത് ആദ്യം ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ലാപ്ടോപ്പ് വേണമെന്ന്. നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പാണ്. നിങ്ങൾ ലൈക്ക് ബ്രൗസ് ചെയ്യും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യും, ചെറുതായിട്ട് ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ഇപ്പോൾ ബേസിക്കലി നോർമൽ അല്ലെങ്കിൽ ലൈറ്റ് യൂസ് ആയിട്ട് എനിക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറുതായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ കാണാൻ, അല്ലെങ്കിൽ കുറേ കൊണ്ടുനടക്കാൻ, സ്കൂളിൽ കൊണ്ടുപോകാൻ, അങ്ങനെയൊക്കെയുള്ള യൂസാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? ഈ ഒരു തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പാണ്. ഓക്കെ, അടുത്തതാണ് ക്രിയേറ്റേഴ്സ് ലാപ്ടോപ്പ്. ക്രിയേറ്റർ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ തിൻ ആൻഡ് ലൈറ്റിന്റെ ഏകദേശം ഒരു ഫോം ഫാക്ടർ. അതായത് ലൈക്ക് അത്യാവശ്യം തിന്നായിരിക്കും, ബാറ്ററി ബാക്കപ്പ് കുഴപ്പമില്ലാതെ ഉണ്ടാവും, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവും. ലൈക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പിന് പൊതുവെ തിൻ ആൻഡ് ലൈറ്റിനേക്കാളും ബിൽഡ് ക്വാളിറ്റി കൺസിഡറബിളി കുറവാണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേന്റെ ഓപ്ഷൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ ലൈക്ക് നല്ല ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. അത് പക്ഷേ എന്തുണ്ടായിരിക്കും, ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈക്ക് അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ള ഗെയിമിംഗ് ചെയ്യാം. ഇപ്പോൾ ഒരു RTX 3050 Asus VivoBook Pro എന്നുള്ളതിൽ 45 വാട്ട് പവർ എടുക്കുന്നതാണ്. നോർമലി ഒരു 3050 ഗ്രാഫിക്സ് കാർഡ് ഒരു ലാപ്ടോപ്പിൽ 70 വാട്ട് എടുക്കും. സോ ഓബ്വിയസ്ലി ഒരു വലിയ ലാപ്ടോപ്പിന്റെ പവർ കിട്ടില്ല. എന്നാൽ പക്ഷേ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഗെയിംസ് കളിക്കാനൊക്കെ അത് ധാരാളമാണ്. അപ്പോൾ അങ്ങനെ ഒരു മിഡിൽ ഗ്രൗണ്ട് ആണ് ക്രിയേറ്റേഴ്സ് ലാപ്ടോപ്പ്. അത് കഴിഞ്ഞിട്ട് ഗെയിമിംഗ് ലാപ്ടോപ്പ്. ഗെയിമിംഗ് ലാപ്ടോപ്പ് പറഞ്ഞാൽ മിനിമം ഒരു 2 കിലോ വെയിറ്റ് ഉണ്ടാവും. നല്ല ബൾക്കി ആയിട്ടുള്ള ബാറ്ററി ചാർജർ ആയിരിക്കും. അതേപോലെ തന്നെ മൊത്തത്തിൽ ലാപ്ടോപ്പ് ബൾക്കി ആയിരിക്കും. ഡിസ്പ്ലേ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും, ബിൽഡ് ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. ലൈക്ക് ഒട്ടുമില്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷേ നിങ്ങളൊരു ഗെയിം കളിക്കലാണ് നിങ്ങളുടെ മെയിൻ യൂസ്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ലൈക്ക് നിങ്ങൾക്ക് കുറേ കൂടി എന്ത് വേണം, പെർഫോമൻസ് വേണം.
എന്നുള്ള കേസിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗെയിമിംഗ് ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ആ ഗ്രാഫിക്സ് കാർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗെയിം കളിക്കാറുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി ചൂസ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ലാപ്ടോപ്പ് വേണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു തിൻ ആൻഡ് ലൈറ്റ് യൂസർ ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര നല്ല ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങൾക്കൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് വേണ്ടത്, നിങ്ങൾ പൈസ കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒരു തിൻ ആൻഡ് ലൈറ്റ് എടുത്താൽ എത്ര പൈസ കുറഞ്ഞ് കിട്ടിയാലും നിങ്ങൾക്ക് അത് നഷ്ടമാണ്. സോ നിങ്ങൾക്ക് വേണ്ട ടൈപ്പ് ഓഫ് ലാപ്ടോപ്പ് ആദ്യം ചൂസ് ചെയ്യുക നിങ്ങളുടെ യൂസ് അനുസരിച്ചിട്ട്. ഓക്കെ, അടുത്തതാണ് പ്രൊസസ്സർ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ പ്രൊസസ്സർ ചൂസ് ചെയ്യൽ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. നമുക്ക് നമുക്ക് പൈസ എത്രയാണ്, ഇന്റലിന്റെ ഈ ജനറേഷൻ എടുക്കുക, കുറച്ചുകൂടി ബെറ്റർ ആണ്, ഇന്റലിന്റെ അടുത്ത ജനറേഷൻ എടുക്കുക, കുറച്ചുകൂടി പൈസ ഉണ്ട്, നമുക്ക് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊസസ്സർ എടുക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള കാര്യം ലൈക്ക് 3 ബ്രാൻഡ്സ് ഉണ്ട് നമുക്ക് മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ 4 ക്വാൾകോം കൂടി വന്നതുകൊണ്ട് 4 ബ്രാൻഡ്സ് ഉണ്ട്. ക്വാൾകോം, ഇന്റൽ, AMD അല്ലെങ്കിൽ ആപ്പിളിന്റെ M സീരീസ്. അതിന്റെ ഒപ്പം തന്നെ അവരുടെ നെയിമിംഗ് സ്കീം ഒക്കെ ഇപ്പൊ ഭയങ്കര കൺവല്യൂട്ടഡ് ആണ്. ലൈക്ക് പണ്ട് i3, i5, i7, Ryzen 3, Ryzen 5, Ryzen 7 എന്നുള്ള സിമ്പിൾ നെയിമിംഗ് സ്കീം ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. റൈസൻ 50,000 രൂപയ്ക്ക് അസ്യൂസിന്റെ വിവോബുക്ക് എന്ന് OLED, അസ്യൂസ് വിവോബുക്ക് OLED എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് ഉണ്ട്. രണ്ടും റൈസൻ 5 ആണ് പ്രൊസസർ വരുന്നത്. പക്ഷെ ഒന്ന് അടിപൊളി ലാപ്ടോപ്പാണ്, നമ്മുടെ ഈ ലിസ്റ്റിൽ കയറിയ ലാപ്ടോപ്പാണ്. രണ്ടാമത്തെ ഭയങ്കര ചീത്ത ലാപ്ടോപ്പാണ്. ചീത്ത എന്ന് മാത്രം പറഞ്ഞ പോലെ അപ്പൊ കിട്ടുന്ന ലൈക്ക് ബിൽഡ് ക്വാളിറ്റി ഭയങ്കര കൺസിഡറബിളി കുറവുള്ള HP-ന്റെ 15S ലാപ്ടോപ്പ് അടക്കം അതിനേക്കാളും ലൈക്ക് എസെൻഷ്യലി ബെറ്റർ ആണ്. ലൈക്ക് അത്രയും പോക്കായിട്ടുള്ള ഒരു പ്രൊസസറാണ്. ഇത് രണ്ടും റൈസൻ 5 7 ആണ് തുടങ്ങുന്നത്. ഒന്ന് 7520U, ഒന്ന് 7530U. ഞങ്ങൾ വേറൊരു പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു AMD നെയിമിംഗ് സ്കീം എങ്ങനെയാണ് വരേണ്ടതെന്ന്. അതിക്ക് ലിങ്ക് ഇപ്പൊ കൊടുക്കാം. പക്ഷേ ഇത്ര മനസ്സിലാക്കുക, റൈസൻ -2 എന്ന് വന്നു കഴിഞ്ഞാൽ Zen 2 ആണ്, 3 എന്ന് കഴിഞ്ഞാൽ Zen 3 ആണ്, 5 എന്ന് കഴിഞ്ഞാൽ Zen 5 ആണ്. അപ്പൊ എസെൻഷ്യലി 7530U Zen 3 ഉള്ള പ്രൊസസറാണ്. 5000 സീരീസും അല്ലെങ്കിൽ 6000 സീരീസിന്റെ അത്ര പെർഫോമൻസ് തരുന്ന ഇതാണ്. 7520U Zen 2 ആണ്, അതായത് റൈസൻ 3000 റേഞ്ചിലുള്ള പ്രൊസസേഴ്സിനുണ്ടായിരുന്ന പെർഫോമൻസ് തരുന്ന ഒരു ലാപ്ടോപ്പാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഒരേ വിലയ്ക്ക് 2 ലാപ്ടോപ്പും ഒരേ സ്പീഡിലുള്ളതിൽ ചെറിയൊരു ഒരൊറ്റ അക്ഷരമാണ് പ്രൊസസറിന്റെ പേരിൽ ഡിഫറൻസ് ഉള്ളത്. അതിൽ ഇത്രയും ഡിഫറൻസ് വന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് ഇന്റലിന്റെ കാര്യമായാലും AMDയുടെ കാര്യമായാലും ഒക്കെ വരുന്നത്. ആപ്പിൾ മാത്രമാണ് നെയിമിങ്ങിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. ഈ i9, i7 അല്ലെങ്കിൽ റൈസൻ 9, റൈസൻ 7 എന്നൊക്കെ ഒരു ക്രേസ്. കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ i9, i7-നേക്കാളും പെർഫോമൻസ് കുറവാണ്. അല്ലെങ്കിൽ പെർഫോമൻസ് കൂടുതലാവേണ്ടിയിരുന്ന നമ്മുടെ നല്ല പ്രൊസസേഴ്സ് തന്നെ ഈ ഇപ്പൊ അസ്യൂസ് വിവോബുക്കിലൊക്കെ ഇവർ i9 ഒക്കെ കൊടുക്കേണ്ടത് എന്തിനാണ് ദൈവത്തിന് അറിയാം. നമ്മളൊരു ലൈക്ക് ഒരു പ്രൊസസർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം പവർ കൊടുക്കണോ അതിനനുസരിച്ച് കൂടി ഭയങ്കരമായിട്ട് അതിന്റെ പെർഫോമൻസ് ഡിഫർ ചെയ്യും. അപ്പോൾ നമ്മളൊരു പാകത്തിന് ഒരു 45 വാട്ടിൽ ഓടുന്ന റൈസൻ 7-ന്റെ അത്ര പെർഫോമൻസ് വരില്ല. എന്തിന് ഒരു ലൈക്ക് ഒരു 30-35 വാട്ടിൽ ഓടുന്ന റൈസൻ 9. അപ്പൊ നമ്മൾ ആ റൈസൻ 9-ന്റെ പേരിന് വേണ്ടി മാത്രം നമ്മൾ ഈ പറഞ്ഞ റൈസൻ 9 വാങ്ങിക്കുമ്പോൾ അത് എക്സ്ട്രാ കോറിലാണെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ പവർ വലിക്കും ഐഡിലായി കിടക്കുമ്പോൾ തന്നെ. ലൈക്ക് അതേപോലെ തന്നെ ലൈക്ക് വില കൂടുതലായിരിക്കും. ആകെപ്പാടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത് മീഡിയം യൂസിൽ പറഞ്ഞാൽ എല്ലാ കോറും യൂസ് ചെയ്യുന്ന മീഡിയം യൂസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് പവർ എഫിഷ്യൻസി കൂടും. കാരണം എല്ലാ കോഴ്സും കുറച്ച് കുറവ് ക്ലോക്ക് ചെയ്താൽ മതി ഒരേ പെർഫോമൻസ് എന്നുള്ളത് കൊണ്ട് ചെറുതായിട്ടൊരു ബാറ്ററി ബാക്കപ്പ് ഇംപ്രൂവ്മെന്റ് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ എക്സ്ട്രാ ഹീറ്റ് സഹിക്കണം, എക്സ്ട്രാ വില സഹിക്കണം, ഈ പറഞ്ഞ ഐഡിൽ പവർ കൺസംഷൻ കൂടും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഈ റൈസൻ 9 എന്നുള്ള നെയിം കിട്ടാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ലാപ്പ് വാങ്ങിക്കും പ്രൊസസർ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ മോഡൽ ആയിരിക്കണം, അതിന്റെ പെർഫോമൻസ്. ഫോർ എക്സാമ്പിൾ നാനോ റിവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാവും. അതേപോലെ തന്നെ ആ ലാപ്ടോപ്പ് ആ പ്രൊസസറിന് എത്ര വാട്ടേജ് കൊടുക്കുന്നുണ്ട് എന്ന് നോക്കുക. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെവൽ ഓഫ് പ്രൊസസർ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് 2 പ്രൊസസർ ഉണ്ട്, 12500H ഉണ്ട്, റൈസൻ 7 6800H ഉണ്ട്. ഇതിൽ ലൈക്ക് നമ്മൾ പെർഫോമൻസ് മാത്രം മെട്രിക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുക 12500H ആണ്. കാരണം 6800H-നേക്കാളും കുറച്ച് പെർഫോമൻസ് കൂടിയ പ്രൊസസറാണ് എന്ത് ഈ പറഞ്ഞ 12500H. പക്ഷേ നല്ലത് അതിൽ ഏത് അർത്ഥം കൊണ്ടും നല്ലത് 6800H ആണ്. കാരണം അതിന് എഫിഷ്യൻസി കൂടുതലാണ്. ലൈക്ക് നിങ്ങൾ ബാറ്ററി പവറിൽ ഏകദേശം ഒരു 3 മണിക്കൂറാണ് മാക്സിമം, അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെയാണ് ഈ ഒരു 12500H ഓടുക. നേരെ മറിച്ച് 3 കൂടുതലോ മണിക്കൂർ എന്തോടും 6800H ഓടും. ബാറ്ററിയിൽ ഉള്ളുമ്പോൾ പെർഫോമൻസ് കൂടുതലാണ്, കറണ്ട് കുത്തി യൂസ് ചെയ്യുമ്പോൾ ഹീറ്റും നോയ്സും കുറവാണ് ഈ റൈസന്. സോ ബേസിക്കലി ഒരു എക്സ്ട്രീം കേസിലുള്ള, അതും എല്ലാ കോറും റൺ ചെയ്യുമ്പോൾ എക്സ്ട്രീം കേസിൽ മാത്രമല്ല ലൈക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ള പെർഫോമൻസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിയൽ വേൾഡിലുള്ള പല ഇംപ്രൂവ്മെന്റ്സും കളയേണ്ടി വരും. സോ നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ യൂസിനനുസരിച്ചുള്ള പ്രൊസസർ ചൂസ് ചെയ്യുക.
കുറച്ച് പണിയാണ്. പണ്ടൊക്കെ കുറെ കൂടി എളുപ്പമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് തന്നെ കീപ്പപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്താണ് ഇതേപോലെ ഗ്രാഫിക്സ് കാർഡ് നമുക്ക് either ക്രിയേറ്റർ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗെയിമിംഗ് ലാപ്ടോപ്പിലാണ് വരുന്നത്. ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റലിന്റെ അൾട്രാ സീരീസിലോ അല്ലെങ്കിൽ എയിംഡിയുടെ ലാപ്ടോപ്സിലോ അല്ലെങ്കിൽ ക്വാൾകോം ലാപ്ടോപ്പിലോ അത്യാവശ്യം നല്ല ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഫോർസോ അല്ലെങ്കിൽ GTA ഒക്കെ കുറച്ച് കുറവ് സെറ്റിംഗ്സിൽ കുറച്ചും കൂടി കുറവ് ഒരു 30 അല്ലെങ്കിൽ 60 FPS ഉള്ളിൽ വെച്ച് കളിച്ചാൽ മതിയെങ്കിൽ ഇപ്പോഴത്തെ ഒരു നല്ല തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പിലും അത് കളിക്കാൻ പറ്റും. ഇനി ഇല്ല, നിങ്ങൾ നല്ലൊരു ഗെയിം കളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഗെയിമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡിലെ ലാപ്ടോപ്പ് തന്നെ നോക്കുക. കാരണം അങ്ങനത്തെ ഒരു യൂസ് ഒരിക്കലും ഒരു തിൻ ആൻഡ് ലൈറ്റ് നേരാവണ്ണം ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നെയിമിങ്. ഇതിലും അത് ഈ OEMs ആണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ പേരിടുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, MSIന്റെ GF63 തിൻ എന്ന് പറഞ്ഞ മോഡലുണ്ട്. ASUS VivoBook Pro എന്നുള്ളതിലും അതേപോലെ തന്നെ ഒരു IdeaPad Gaming 3ലും എന്ത് വരികയാണ്, RTX 3050 വരികയാണ്. ഇതിൽ ഈ RTX 3050 IdeaPadൽ വരുന്നത് GF63 തിന്നിൽ വരുന്നേക്കാളും കുറേ കൂടി പവർ കൂടുതലാണ്. ഈ GF63 എന്ന് പറഞ്ഞ ലാപ്ടോപ്പിൽ വരുന്നത് വെറും 40 വാട്ട് പവറിൽ ഒരു RTX 3050 ആണ്. എന്നാൽ ASUS VivoBook Pro എന്നുള്ളത് 45 വാട്ടിൽ ഈ 3050 വരുന്നുണ്ട്. അതിന് കുറേ കൂടി ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ആണ്. സോ എസെൻഷ്യലി നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ വിൽക്കുന്ന MSI GF63 തിന്നേക്കാളും പെർഫോമൻസ് ഒരു ക്രിയേറ്റർ ലാപ്ടോപ്പിൽ കിട്ടും. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് എന്തിൽ കിട്ടും, നിങ്ങൾക്ക് ഈ പറഞ്ഞ IdeaPad കിട്ടും. നിങ്ങളിപ്പോൾ ഞാൻ ഒരു ലിസ്റ്റ് ലാസ്റ്റ് പറയുമല്ലോ, അത് നിങ്ങൾക്ക് നോക്കിയാൽ ശ്രദ്ധിക്കാം. എൻ്റെ അധികം ഈ പറഞ്ഞ MSIന്റെ ലാപ്ടോപ്പ് ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ MSIന്റെ ലാപ്ടോപ്പ് ഒക്കെ ഹൈ എൻഡിൽ നല്ലതാണ്. അതായത് ഈ പറഞ്ഞ കറ്റാന ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരെ ലെപ്പേർഡ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ അതിൻ്റെ അടിയിൽ വരുന്ന ഈ GF സീരീസ് ഒക്കെ ഏകദേശം ആവറേജ് അല്ലെങ്കിൽ ഭയങ്കര ബിലോ ആവറേജ് ചില സമയത്തൊക്കെ എന്നുള്ളൊരു ലെവലാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നെയിമിങ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളൊരു ഗ്രാഫിക്സ് കാർഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ വാട്ടേജ് എത്ര നോക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3050 ഒക്കെ ആണെങ്കിൽ ഒരു 70 വാട്ട് വരെ പോകണം. 2050 ആണെങ്കിൽ 50 വാട്ട്. ഇതേപോലെ തന്നെ 4050 ആണെങ്കിൽ ഒരു 70 വാട്ട്. 4060 ആണെങ്കിൽ 100 വാട്ട്. 3060 ആണെങ്കിൽ ഏകദേശം 130 വാട്ട് വരെയൊക്കെ പെർഫോമൻസ് കൂടുമായിരുന്നു പവർ കൊടുക്കുമ്പോൾ. പക്ഷേ 4060 ആൻഡ് 4070 ഏകദേശം നല്ല പവർ എഫിഷ്യൻ്റ് ആയിട്ടാണ്. അതൊരു 90 വാട്ടായി തന്നെ ഒരു 85-90% പെർഫോമൻസ് ചെയ്യും. 100-105 വാട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് പീക്ക് ചെയ്യും. അപ്പോൾ ഒരു 100 വാട്ട് മതി. ഓക്കെ, അത് ഇവിടെ വെച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്തത് ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. ഇപ്പം നിങ്ങളുടെ ബഡ്ജറ്റിൽ കുറേ ഇപ്പോൾ ഒരു ബ്രാൻഡ്സ് ഇറക്കുന്നുണ്ട്. 6GB വേരിയന്റ് 3050 ഇറക്കുന്നുണ്ട്. 6GB വേരിയന്റ് 4050 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ബ്രാൻഡ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ 6GB ഗ്രാഫിക്സ് കാർഡിന് വലുതായിട്ടിട്ട് ഈ 3050 80,000 വെക്കുന്നുണ്ട്. 4050 നല്ല ലാപ്ടോപ്സും 80,000 അപ്പോൾ ഈ VRAM മാത്രം നോക്കാതെ നിങ്ങൾ ആ ഗ്രാഫിക്സ് കാർഡിന്റെ പെർഫോമൻസ് നോക്കുക. ഈ 3050 6GB എന്നുള്ളത് 3050 4GB പെർഫോമൻസ് കുറവും VRAM കൂടുതലുള്ള മോഡലാണ്. സോ എസെൻഷ്യലി ട്രേഡ്സ് ബ്ലോ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. കാരണം 3050 4GBക്ക് VRAM ഭയങ്കര കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 4050 എന്നുള്ള ഒരു നല്ല ഗ്രാഫിക്സ് കാർഡാണ്. അതിന് എഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ്, പെർഫോമൻസ് ഭയങ്കര കൂടുതലാണ്. DLSS അല്ലെങ്കിൽ ഫ്രെയിം ജനറേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ 6GB VRAM ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ 4060 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് 4060 വാങ്ങിക്കുക, 4060 വാങ്ങിക്കുക. 4070 ഉണ്ടെങ്കിൽ 4070 വാങ്ങിക്കരുത്. കാരണം എന്താ വെച്ചാൽ വില നല്ല കൂടുതലാണ്. നമുക്കൊരു 4060 നല്ല ലാപ്ടോപ്പ് 1 ലക്ഷത്തിന് കിട്ടും. ഇപ്പോൾ HP ഓമനോ അല്ലെങ്കിൽ Lenovo LOQ ഒക്കെ പോലെ. പക്ഷെ ഒരു 4070 കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ MSI തന്നെ 4070 കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 120 ആവും. അത് കഴിഞ്ഞിട്ട് നല്ല 4070 കിട്ടണമെങ്കിൽ 140 ആവും. ഈ ഒരു 40,000 അല്ലെങ്കിൽ ഒരു 30-35% ഡിഫറൻസിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 10 അല്ലെങ്കിൽ 15% FPS ഗെയിംസ് ആണ്. നമ്മുടെ ഒരു ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡിന് എന്ന കാര്യത്തിൽ നമ്മുടെ ബഡ്ജറ്റിൽ നമുക്കൊരു 2050 കിട്ടുന്നുണ്ടെങ്കിൽ 2050 വാങ്ങിക്കുക. പക്ഷെ മാക്സിമം 3050 ആക്കാൻ നോക്കുക. 3050 ഒരു 65-ന് മുകളിൽ പോയാൽ വാങ്ങിക്കാണ്ടിരിക്കും. കാരണം അത് കഴിഞ്ഞ് 4050 ഉണ്ട്. 6GB വേരിയന്റ് നല്ല ഗ്രാഫിക്സ് ആണ്, നല്ല എഫിഷ്യൻസി ഒക്കെ ഉള്ള 4060 ഉണ്ട്. 4060 നോക്കുക. ഒരു 90,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 4050 വാങ്ങിക്കാണ്ടിരിക്കുക. ഒരു ലീജിയോൺ ഉണ്ട്, ലീജിയോണിലെ LOQ ഉണ്ട്. 99,000 രൂപയ്ക്ക് 4050 വെച്ചിട്ട്. അത് എന്തിനാണല്ലേ 4050-നേക്കാളും ആ റേഞ്ച് കിട്ടുന്ന 4060 എപ്പോഴും നല്ല പെർഫോമൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു, പ്രൊസസറിന്റെ പെർഫോമൻസ് കൂടുമ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ കൂടണമെന്നില്ല പറഞ്ഞു. പക്ഷെ ഗ്രാഫിക്സ് കാർഡിന്റെ കാര്യം അങ്ങനെയില്ല. നമുക്ക് പെർഫോമൻസ് ഗ്രാഫിക്സ് കാർഡിന് കൂടുന്തോറും നമ്മൾ കളിക്കുന്ന ഗെയിം അത്രയും ബെറ്റർ ആവും. സോ 4060 കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 4060 ഉള്ള ലാപ്പ് വാങ്ങിക്കുക. അല്ലാതെ കുറച്ചുകൂടി ബെറ്റർ ഉള്ള പ്രൊസസറും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് വാങ്ങിച്ചാൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യുക. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് റാമും സ്റ്റോറേജും. ഒരു ബഡ്ജറ്റ്, അതായത് ഒരു 35,000 അടിയിലാണെങ്കിൽ മാത്രം 8GB നോക്കുക. 256 എടുക്കാണ്ടിരിക്കുക. 512 മിനിമം സ്റ്റോറേജ് നോക്കുക.
8 GB 35,000 അടിയിലാണെങ്കിൽ മാത്രം നോക്കുക. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എപ്പോഴും നല്ലത് എന്താണ് 16 GB ആണ്. അതിന് 32 ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് തൽക്കാലം ഓവർക്കില്ലാണ് നമ്മൾ 1,00,000 അടിയിൽ എന്നാൽ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാം. സ്റ്റോറേജ് ഇതേപോലെ 512 മിനിമം നോക്കുക, അല്ലെങ്കിൽ 1 TB ഒക്കെ ആയാൽ നല്ലത്. ഓക്കെ, അടുത്തത് നമ്മൾ ഏറ്റവും കുറവ് നോക്കുന്നത് ഞാൻ കാണുന്ന റിവ്യൂസിലടക്കം ഈ ആൾക്കാർ ചാർജ് കുത്തിയിട്ട് ചാർജ് കുത്താതെ കൗത്തി വെച്ചിട്ടൊക്കെ അതിന്റെ പെർഫോമൻസ് നോക്കും. പക്ഷേ ഇതിന്റെ ഡിസ്പ്ലേ എങ്ങനെയാണ്, ഏത് ആൾക്കാർക്ക് ഏത് ഡിസ്പ്ലേ നല്ലതാണ് എന്ന് പറഞ്ഞ യൂട്യൂബേഴ്സിന് ഭയങ്കര കുറവാണ് കാണാൻ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ 90% സമയം നിങ്ങളുടെ ബ്രൗസറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് വെക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ എത്ര പെർഫോമൻസ് ഉണ്ടായാലും ഒരു i3ന്റെ പെർഫോമൻസ് മതിയാവും. പക്ഷേ അതിന് ഡിസ്പ്ലേ, ഇപ്പോൾ ഒരു അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നിങ്ങളൊരു LCD ഡിസ്പ്ലേ വെച്ച് കാണുകയാണെങ്കിൽ എത്രയോ ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ വാച്ചിങ് എക്സ്പീരിയൻസ്. ലൈക്ക് അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആസ്പെക്ട് റേഷ്യോ 16:10 ആസ്പെക്ട് റേഷ്യോ ഉള്ളത് നിങ്ങളൊരു ഓഫീസ് വർക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ലൈക്ക് ഇത് ആൾക്കാർ ഭയങ്കര കുറവായിട്ട് ഞാൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ലൈക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങളുടെ യൂസ് അനുസരിച്ച് നല്ല നിങ്ങളിപ്പോൾ നല്ല ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഫ്രഷ് റേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ ലിസ്റ്റിൽ തന്നെയുള്ള ഒരു ഐഡിയ പാഡ് ഉണ്ട് 55,000 കിട്ടുന്നത്, RTX 2050. 45,000 ഒരു RTX 2050 വെച്ചിട്ടുള്ളത്. അതിന് 120 Hz കിട്ടിയിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ 90% ഗെയിംസും അതിൽ ഈ പറഞ്ഞ 120 Hz അല്ല. നിങ്ങൾ ആ ബഡ്ജറ്റിൽ ഇത്രയും ഹൈ റിഫ്രഷ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെപ്പാടെ ഒരു 60 അല്ലെങ്കിൽ 80 FPS കൂടുതൽ കളിക്കാൻ പറ്റുക വല്ല വാലറന്റോ CSGO ഒക്കെയാണ്. ഓക്കെ, അതും മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ നല്ല ഗ്രാഫിക്സ് നമ്മൾ നല്ല ഡിസ്പ്ലേ നോക്കി വാങ്ങിക്കണം, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ. ലൈക്ക് മാക്സിമം നമുക്ക് കിട്ടുന്നതിൽ നല്ല ബ്രൈറ്റ്നസ് ഉള്ളതും അല്ലെങ്കിൽ നല്ല HDR ഉള്ളതും വാങ്ങിക്കുക. അമോലെഡ് ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അമോലെഡ് ഡിസ്പ്ലേ ഉള്ളത് വാങ്ങിക്കുക. ഓക്കെ, അങ്ങനെ. അതേപോലെ തന്നെ പോർട്സ് എത്ര ഉണ്ട് നോക്കുക, നമുക്ക് ആവശ്യമുള്ള അത്ര പോർട്സ് ഉണ്ട് നോക്കുക. അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി. ഇപ്പോൾ ഞാൻ പറയാം, ഒരേ ബഡ്ജറ്റിൽ നമുക്കൊരു LOQ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടഫും ഉണ്ട്, പിന്നെ ഒപ്പം ഒരു വിക്ടസും ഉണ്ടെന്ന് വെക്കാം. നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കണം? LOQ ആയിരിക്കണം. കാരണം ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഉള്ളതിൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ല ബിൽഡ് ക്വാളിറ്റി തരുന്ന, ഏറ്റവും ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി തരുന്നത് ഈ LOQ അല്ലെങ്കിൽ പുതിയ ഐഡിയ പാഡ് സീരീസ് ആണ്. അതിന് മുന്നേ കുറച്ച് കാലം എൻ്റെ കുറച്ച് പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കി കാണാൻ ഞാൻ ഇതേപോലെ വിക്ടസിനെ പറഞ്ഞിരുന്നു. അപ്പോൾ സെക്കൻഡ് തന്നെ വിക്ടസ് ആണ്. ലൈക്ക് ഈ LOQ അല്ലെങ്കിൽ പുതിയ ഐഡിയ പാഡ് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റിയുള്ള ലാപ്ടോപ്പ് ആയിരുന്നു ഈ വിക്ടസ്. അതിന് ഹിഞ്ച് മാത്രം പാമ്പാടുന്ന പോലെ ആടുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ അടുത്തതാണ് ടഫ്. ലൈക്ക് ടഫ് അല്ലെങ്കിൽ ഈ GF63 ഒന്നും ഭാഗത്തേക്ക് പോകാതിരിക്കുക. അതിന് ടഫ് ലൈക്ക് അത്യാവശ്യം ഗെയിമിംഗ് ലുക്കൊക്കെ ആവശ്യമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ലാപ്ടോപ്പാണ് ഈ ASUS ടഫ്. അപ്പോൾ നിങ്ങൾ അത് വേണമെങ്കിൽ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾക്ക് ബിൽഡ് ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പോൾ എൻ്റെ ഒരു പഴയ ഐഡിയ പാഡാണ്, അതിൻ്റെ ഒരു കീബോർഡിൻ്റെ ക്വാളിറ്റി പോലും ജനറലി ഞാൻ നോക്കുന്നത് ടഫ് ലാപ്ടോപ്പ്, ഈവൻ ഞാൻ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് 2023 ഇറങ്ങിയതാണ്, അതിന് ഉണ്ടാവുക. അതേപോലെ തന്നെ ട്രാക്ക് പാഡിൽ വലിയ ബട്ടനൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു 2015 ഒക്കെ ഉള്ള ലാപ്പ് പോലെ ആ ഒരു ഞെങ്ങനെ ബട്ടനൊക്കെ വെച്ചാൽ വരുന്നത്. ഇപ്പോൾ ആൾക്കാരൊക്കെ മാക്ബുക്ക് പോലത്തെ മറ്റേ ഹാപ്റ്റിക് ടച്ച് പാഡ്സ് വരാൻ തുടങ്ങി. ഇവരിപ്പോഴും ബട്ടണിൽ നിൽക്കുകയാണ്. ഓക്കെ, ഡൈവിംഗ് ബോർഡ് പോലും ഇല്ലാതെ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുക. ലൈക്ക് നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ 24 മണിക്കൂർ അതായത് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ 24 മണിക്കൂർ അതിൻ്റെ ഫുൾ പെർഫോമൻസ് യൂസ് ചെയ്യുക. നിങ്ങൾ അതൊരു ആക്സസറി പോലെ യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ലൈക്ക് അതിൻ്റെ നിങ്ങളെ ഇൻട്രാക്ട് ചെയ്യുന്ന സ്ഥലം, ഡിസ്പ്ലേ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി, കീബോർഡ്, ട്രാക്ക് പാഡ്, ഇതൊക്കെ നല്ലതാണെന്ന് നോക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ലൈക്ക് നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് നല്ലത്, അതിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ലാപ്ടോപ്പ് ആണോ വേണ്ടത്, അതിൽ ഏത് ലെവൽ ഓഫ് സ്പെക്സ് ആണ് വേണ്ടത്, ഇത്രയും നോക്കിയിട്ട് വേണം നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ. അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ഒരു 50,000 എന്ന് പറഞ്ഞിട്ട് 50,000 ഞാൻ 3 ലാപ്ടോപ്പ് അറിയാം. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ഇത് വാങ്ങിക്കാം, ഏസറിൻ്റെ ALG എന്ന് പറഞ്ഞിട്ടൊരു ലാപ്പ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അത് RTX 2050 വെച്ച് വരുന്നുണ്ട്. ASUSന്റെ Vivo Pro വരുന്നുണ്ട് OLED വെച്ചിട്ട്, Ryzen 5 7530U വെച്ചിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് HP 15s വരുന്നുണ്ട്. HP 15s വേണ്ട, അത് ആർക്കും നല്ലതല്ല. മേ ബി ഓക്കെ, ഒരു Ryzen 7 ഒരു MSIൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്, ഇവോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഉണ്ട് വെച്ചോ. ഇത് 3ഉം നല്ല ലാപ്ടോപ്പാണ്. ഓരോരോ ടൈപ്പ് ഓഫ് യൂസേഴ്സിന് ബെസ്റ്റ് ലാപ്ടോപ്പാണ്. പക്ഷെ നിങ്ങൾ ആ ടൈപ്പാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, ലൈക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ലാപ്ടോപ്പ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മേ ബി കുറച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏതാണ് നല്ലത് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ലാപ്ടോപ്പ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. ഞങ്ങൾക്കൊരു ആമസോൺ അഫിലിയേറ്റ് വെബ്സൈറ്റും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഞങ്ങൾ ലിങ്ക് ഇടുന്നത് ആമസോൺ അഫിലിയേറ്റ് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അഫിലിയേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവും ചെയ്യും. ഈ ചാനലിൽ നിങ്ങൾക്ക് നല്ല ലാപ്ടോപ്പ് കിട്ടും ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ലൈക്ക് എന്തെങ്കിലും സജഷൻ വേണം, ഇത് ലാപ്ടോപ്പ് മാത്രമല്ലാതെ ഫോണും അല്ലെങ്കിൽ ഇയർഫോണും ഒക്കെ ഞങ്ങൾ ഇതേപോലെ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിന് വേണമെങ്കിൽ ചെയ്യാം. ഞങ്ങളുടെ ചാനൽ ടെലിഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ചാനലിൻ്റെ ഇതും ഞങ്ങളുടെ വെബ്സൈറ്റ് ലിങ്ക് ഇടാം. അത് പറ്റുമെങ്കിൽ നോക്കി പോയി കാണുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.